ആ വെളുത്ത രൂപത്തെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ഒരു മാസത്തോളം പനി പിടിച്ച് കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന ആ ഓട്ടോറിക്ഷ കാരണമാണ് അദ്ദേഹം അന്ന് രക്ഷപ്പെട്ടത്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക്. അന്നൊരു നേരം വൈകിയ രാത്രിയായിരുന്നു. എൻ്റെ ഈ ഫോളോവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. പതിവിലും നേരം വൈകിയായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ജോലി അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂട്ടുപോകാൻ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. എന്നാൽ ആ സുഹൃത്ത് മുഴുവൻ വഴിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നില്ല. കാരണം പകുതി വഴി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട് എത്തുമായിരുന്നു. അതിനുശേഷം എൻ്റെ ഈ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ അവർ അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ചില തമാശകളൊക്കെ പറഞ്ഞു, അതുപോലെ ജോലി സംബന്ധമായ ചില വിവരങ്ങളൊക്കെ കൈമാറിയും അവർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ വീടെത്തിയപ്പോൾ അദ്ദേഹം അവിടെ നിന്നും പിരിഞ്ഞു പോവുകയുണ്ടായി. അതിനുശേഷം എൻ്റെ ഈ ഫോളോവർ അരുൺ മാത്രമായിരുന്നു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ അരുണിന് ഒറ്റയ്ക്ക് നടക്കാൻ അല്പം ഭയമായിരുന്നു. കാരണം അവരുടെ വീട്ടിലേക്ക് എത്തും മുന്നേ ഒരു ചെറിയ വളവുണ്ട്. ആ വളവത്ര നല്ല സ്ഥലമല്ല. അവിടം അല്പം വിജനമാണ്. ആ ഭാഗത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റുകളോ വീടുകളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അരുണിന് ആ വഴി താണ്ടിപ്പോവാൻ അല്പം ഭയമായിരുന്നു. അതിന് വേറൊരു കാരണം കൂടെയുണ്ട്. ആ ഒരു പ്രദേശത്ത് പല കെട്ടുകഥകളും പ്രചരിച്ചിരുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, കെട്ടുകഥകൾ. അവിടെ കെട്ടുകഥകളായി പറഞ്ഞിരുന്നത് ചങ്ങലമാടനെയും അതുപോലെ ഒടിയനെയും അതുപോലെ കാലമാടനെയും കണ്ടവർ ഉണ്ടെന്ന് പറയുന്നു. അവിടെ വെച്ച് പലർക്കും വിചിത്രമായ ചില പ്രേതാനുഭവങ്ങൾ ഉണ്ടായി എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ളവർ ആ ഒരു കഥ എല്ലാവരും വിശ്വസിച്ചിരുന്നു. കാരണം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ നേരിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത്, അതുവരെ എല്ലാ കഥകളും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. എന്തിന്, ഞാൻ ഈ പറയുന്ന കഥകൾ പോലും നിങ്ങൾക്ക് കെട്ടുകഥകൾ മാത്രമാണ്. അങ്ങനെ അവന് ആ വഴി താണ്ടി വേണം അവൻ്റെ വീട്ടിലേക്ക് എത്താൻ. അതുകൊണ്ട് അല്പം ഭയത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ആ വഴിയിലൂടെ നടന്നുകൊണ്ടിരുന്നത്. ആ വഴിയരികിലാണ് അവിടുത്തെ ഒരു പ്രധാന സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ രാത്രിയിൽ സ്കൂളിൽ വെളിച്ചമോ ആൾക്കാരോ ഉണ്ടാവുമായിരുന്നില്ല. എങ്കിലും ആ വഴിയിലൂടെ അവൻ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നു പോകുന്ന ആ ഒരു സമയത്താണ് തൊട്ടടുത്ത വഴിയിലൂടെ, അതായത് അവൻ്റെ തൊട്ടടുത്തായി ഒരു വഴി കൂടി ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഒരു വരമ്പ് പോലുള്ള വഴി. ആ വഴിയിലൂടെ ഒരാൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അരുൺ അവരെ തന്നെ അല്പസമയം നോക്കി നിന്നു. അദ്ദേഹത്തിന്റെ ചുറ്റുപാടും എങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. നേരെ നോക്കി ഒരു നടത്തമായിരുന്നു. അദ്ദേഹം ഒരു വെള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ വിചിത്രമായി തോന്നിയ കാര്യം അതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ കാലുകൾ നിലത്ത് പതിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം നടക്കുക തന്നെയായിരുന്നു. കാലിന്റെ സ്ഥാനത്ത് ഒരു മൃഗത്തിന്റെ കുളമ്പ് പോലുള്ള ഒരു തരം വ്യത്യസ്തമായ കാല്. ആ കാല് നിലത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം വായുവിലൂടെ പറക്കുന്ന പോലെയായിരുന്നു അവന് തോന്നിയിരുന്നത്. ആ ഒരു കാഴ്ച അവന് വല്ലാത്ത തരം വിചിത്രമായി തോന്നി. ഏകദേശം 5 മിനിറ്റോളം അവൻ ആ ഒരു കാഴ്ചയുടെ ഭയത്തിൽ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം സ്വബോധം നേടിയെടുത്തപ്പോഴാണ് അവൻ വീട്ടിലേക്ക് വീണ്ടും കിതച്ച് ഓടാൻ ശ്രമിച്ചത്. വീട്ടിൽ എത്തിയതിനു ശേഷം അവൻ്റെ വീട്ടുകാരോട് അവൻ ഈ കാര്യം വളരെ വിശദീകരിച്ച് പറഞ്ഞു. എന്നാൽ അവൻ്റെ അച്ഛനും അമ്മയും അടക്കം അവൻ്റെ സഹോദരങ്ങളോ അവൻ്റെ വീട്ടിലുള്ള ആരും തന്നെ ഈ ഒരു കഥ വിശ്വസിച്ചില്ല. അന്നത്തെ രാത്രി അവന് വല്ലാത്ത തരം ചൂട് അനുഭവപ്പെട്ടിരുന്നു. ഒരു വല്ലാത്ത തരം പനി പോലെ. അമ്മ പ്രത്യേകിച്ച് പറഞ്ഞു, പേടിച്ച് പനിച്ചതാവാം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഭൂമിയിലില്ല, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് അസുഖമൊന്നും വരുത്തി തീർക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിൽ ഉപ്പുതുണി നനച്ചിട്ട് അവർ അടുക്കളയിലേക്ക് പോയി. അന്നത്തെ രാത്രി വളരെ എളുപ്പത്തിൽ കടന്നുപോയി. അടുത്ത ദിവസം പനിയൊക്കെ വിട്ട് അവൻ വീണ്ടും വർക്ക്ഷോപ്പിലെ ജോലിക്ക് പോയി. ജോലിക്ക് എത്തിയതിനു ശേഷം അരുൺ അവൻ്റെ ഈ ഒരു അനുഭവം തൻ്റെ സുഹൃത്തിനോട് കൂടി പറഞ്ഞു.
അത് അവൻ്റെ കൂടെ പകുതി വഴി കൂട്ടുവന്ന ആ സുഹൃത്തിനോട് തന്നെ. എന്നാൽ ആ സുഹൃത്ത് അതിന് പരിഹസിച്ചോ സപ്പോർട്ട് ചെയ്തോ ഒന്നും ഒരു മറുപടി പോലും പറഞ്ഞില്ല. അവൻ മിണ്ടാതിരുന്നു. നീ ജോലി നോക്ക്, നമുക്ക് പിന്നീട് ഈ കാര്യം സംസാരിക്കാമെന്ന് പറയുകയുണ്ടായി. എന്നാൽ അന്നത്തെ രാത്രി അരുണിനെ വൈകി പോവാൻ വളരെയധികം ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുട്ട് മുന്നേ വർക്ക്ഷോപ്പിൽ മുതലാളിയോട് അനുവാദം ചോദിച്ച് അവൻ ഇത്തവണ നേരത്തെ പോന്നു. അതിനുശേഷം എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ നേരത്തെ പുറപ്പെടുമായിരുന്നു. കാരണം അവനറിയാം ആ ഒരു സമയം അവിടം അത്ര ശരിയല്ല, അതിലൂടെ ഇനി പോവുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്നൊക്കെ അവൻ്റെ മനസ്സിൽ വല്ലാത്ത തരം ഭയം തോന്നി. അങ്ങനെ ഇരിക്കെയാണ് അവനൊരു കഥ കേൾക്കാനിട വന്നത്. അവൻ്റെ നാട്ടിലുള്ള ഒരു ആളുടെ കയ്യിൽ നിന്നും. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സ്കൂളിൽ NSS ക്യാമ്പ് നടന്നിരുന്നത്. കുറച്ച് പെൺകുട്ടികളായിരുന്നു ആ ക്യാമ്പിലേക്ക് പങ്കെടുക്കാനായി വന്നത്. ആ പെൺകുട്ടികൾ ആ സ്കൂളിൽ വെച്ച് ഇത്തരത്തിലുള്ള ചില വിചിത്രമായ കാഴ്ചകളും വിചിത്രമായ അനുഭവങ്ങളും നേരിട്ടു എന്ന് ആ ഒരു നാട്ടുകാരനിൽ നിന്നും അരുൺ മനസ്സിലാക്കുന്നു. അരുൺ ആ NSS ക്യാമ്പിലെ ഒരു വിദ്യാർത്ഥിനിയെ കണ്ട് ഈ കാര്യത്തിന്റെ വിശദീകരണം ചോദിച്ചു. അന്ന് ആ വിദ്യാർത്ഥിനി പറഞ്ഞ കാര്യം വളരെ വിചിത്രമായിരുന്നു. അന്നത്തെ രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഞങ്ങൾ 3 പേര് നല്ല ഫ്രണ്ട്സാണ്, അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി കുറച്ചധികം കുശലം പറഞ്ഞ് ഇരിക്കാമെന്ന് കരുതി ഞങ്ങൾ ക്ലാസ് മുറിയിലെ ബെഞ്ചിൽ 3 പേരും വന്നിരുന്ന് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ രസകരമായി പറയുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് ദൂരെ നിന്നും ഒരു കറുത്ത രൂപം നോക്കുന്നത് കണ്ടത്. പെട്ടെന്ന് അതിൻ്റെ തല മാത്രമാണ് ഞങ്ങൾ കണ്ടത്. ആ സമയത്ത് ഞങ്ങൾക്ക് സംശയം തോന്നിയത് ആരെങ്കിലും ഒളിഞ്ഞു നോക്കുകയാണെന്നാവാം. ഈ നാട്ടുകാരോ മറ്റോ വന്ന്, പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് അവരാരെങ്കിലും വന്ന് ഒളിഞ്ഞു നോക്കുകയാണോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി. അതിനുശേഷം എൻ്റെ സുഹൃത്ത് ഞങ്ങളെയൊക്കെ വിളിച്ച് ആ ഒരു കാഴ്ച കാണിച്ചു തന്നു. ആരോ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നു ഒരു മതിലിന് പുറകിൽ നിന്ന്. എന്നാൽ അതിൻ്റെ രൂപം അത്ര വ്യക്തമല്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതൊരു മനുഷ്യനല്ല എന്ന്, അത് മറ്റെന്തോ ആയിരുന്നു. ഞങ്ങൾ അധികം പേടിച്ച് നിലവിളിച്ചു. ഉറക്കെ നിലവിളിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ തൊണ്ടയെല്ലാം വരണ്ടിരുന്നു. അപ്പോഴായിരുന്നു ഞങ്ങൾ ആ ഭയാനകമായ കാഴ്ച കണ്ടത്. അത് ഉറപ്പായിട്ടും ഒരു മനുഷ്യനായിരുന്നില്ല. അതിന് 2 കൈകളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുഖം വിളറി വെളുത്ത് ഒരു പകുതി മൃഗവും ഒരു പകുതി മനുഷ്യനും ചേർന്ന രൂപത്തിലായിരുന്നു എന്ന് പറയുന്നതാണ് ഉചിതം. കാരണം അത്രയ്ക്കും ഭയാനകമായ ഒരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ സുഹൃത്തുക്കളും. ഞങ്ങളുടെ കരച്ചിൽ കേട്ടാണ് ഞങ്ങളുടെ NSS കോർഡിനേറ്ററും മറ്റു സുഹൃത്തുക്കളും ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ആ സമയത്ത് ഈ കണ്ട കാഴ്ച വിശദീകരിച്ച് പറഞ്ഞെങ്കിലും അവിടെ എല്ലാവരും ടോർച്ചടിച്ചു നോക്കി. അപ്പോഴൊന്നും ആ രൂപത്തെ അവരാരും കണ്ടില്ല. പിന്നീട് കിടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കിടക്കാൻ ചെന്നപ്പോഴായിരുന്നു ആ രൂപം ഞങ്ങളെ വിട്ട് അകലുന്ന കാഴ്ച കൂടി ഞങ്ങൾ കണ്ടത്. ഞങ്ങളന്ന് ഉറപ്പിച്ചിരുന്നു അത് ഒരു മനുഷ്യനായിരുന്നില്ല, അത് ഒരു പകുതി മനുഷ്യനും പകുതി മൃഗവും കൂടി ചേർന്ന ഒരു രൂപം. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അതിന് 2 കൈകളും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഞങ്ങളെ അധികം ഭയപ്പെടുത്തിയ ഒരു കാര്യം. ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്ത ദിവസം അവിടെയുള്ള ഒരു വീട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരു കഥ കേൾക്കാനിട വന്നത്. 70 വർഷങ്ങൾക്ക് മുമ്പേ ഈ സ്കൂൾ നിന്നിരുന്ന സ്ഥലത്ത് ഒരു പ്രദേശമായിരുന്നു. അതായത് കൃഷിയെല്ലാം ചെയ്യുന്ന ഒരു പാടമായിരുന്നു. ആ പാടത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു മാവുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ആ മാവ് മുറിക്കാൻ വേണ്ടി കുറച്ച് ദൂരെ നിന്നും ചില മരം വെട്ടുകാർ വന്നു. അന്ന് ആ മാവ് മുറിക്കാനാവാതെ അവിടെ നിന്നും മടങ്ങിപ്പോയ ഒരു മരം വെട്ടുകാരൻ്റെ മഴു അദ്ദേഹം അവിടെ മറന്നു വച്ചിരുന്നു. അന്ന് വീട്ടിലെത്തിയതിന് ശേഷം തൻ്റെ ഉപജീവന മാർഗമായ ഈ ഒരു ജോലിക്ക് അദ്ദേഹത്തിന് മഴു ആവശ്യമായതുകൊണ്ട് തന്നെ ആ മഴു തിരിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ആ രാത്രിയിൽ തന്നെ ഈ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു പോലും. അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരും വളരെയധികം പറഞ്ഞു ഈ അസമയത്ത് അങ്ങോട്ട് പോവരുതെന്ന്. എന്നാൽ അദ്ദേഹം ആ രാത്രിയിൽ ആ മാവിനടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നും അദ്ദേഹം വിചിത്രമായി ആരോ അദ്ദേഹത്തോട് സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം ആ ശബ്ദം അദ്ദേഹത്തോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. നീ ഇവിടെ നടന്ന ഒരു സംഭവവും നാട്ടിലോ മറ്റാരോടോ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും രക്തം ഛർദ്ദിച്ച് മരിക്കുമായിരുന്നു എന്ന്.
എന്നാൽ ഈ സംഭവ വികാസങ്ങളൊക്കെ കണ്ട അദ്ദേഹം തെല്ലും വൈകാതെ തന്നെ നാട്ടിലെത്തിയതിനു ശേഷം ഈ കഥ നാട്ടിലുള്ളവരോടും വീട്ടിലുള്ളവരോടും പറയുകയുണ്ടായി. അടുത്ത 2 ദിവസം അദ്ദേഹം പനി പിടിച്ച് കിടപ്പായിരുന്നു. 3-ാം നാൾ അദ്ദേഹം രക്തം ഛർദ്ദിച്ച് മരിക്കുകയും ചെയ്തു. ആ ഒരു പ്രദേശത്താണ് ഇന്ന് ഈ സ്കൂൾ നിൽക്കുന്നത്. പിന്നീട് ടെക്നോളജിയെല്ലാം വന്നതിന് ശേഷം മരം വളരെ എളുപ്പത്തിൽ മുറിച്ചു കളയുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും ഈ സ്ഥലത്ത് എന്തോ ഒരു ദുരൂഹമായ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പൈശാചികത ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ ഒരു കാര്യമാണ് അരുണിനോട് ആ ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം അരുൺ വളരെയധികം ഭയത്തോടെയായിരുന്നു ആ ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്നത്. ഈ ഒരു കഥ അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്ന സമയത്ത് അരുണിന് ഒരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ഈ കഥ ഞാൻ ഈ ചാനലിലൂടെ അവതരിപ്പിച്ച് നിങ്ങളെ എല്ലാവരെയും അറിയിക്കണം എന്നായിരുന്നു അരുണിൻ്റെ ഒരേ ഒരു ആവശ്യം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്നാണോ ഇത്തരത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവുന്നത് അതുവരെ എല്ലാം കെട്ടുകഥകളാണ്. ഞാൻ ഈ പറഞ്ഞ ഈ കഥ പോലും നിങ്ങൾക്ക് കെട്ടുകഥകൾ മാത്രമാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ്.